അയർലൻഡിലെ ബാലൻകോളിക് എന്ന് പറയുന്ന നഗരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പാർക്കിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറീസ്. ഏകദേശം 18 മുതൽ 20-ാം നൂറ്റാണ്ട് വരെയും ലോകമെമ്പാടുമുള്ള ബ്രിട്ടീഷ് സായുധ സേനയ്ക്ക് വെടിമരുന്ന് നിർമ്മിക്കുന്നതിനും അത് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നതുമായ ഒരു കേന്ദ്രമായിരുന്നു ഈ പാർക്ക്. ഇന്നീ ഭൂമികയ്ക്ക് മാനസാന്തരം വന്നിരിക്കുന്നു. ഇവിടം അനേകർക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നീർച്ചാലായി അനുവർത്തിച്ചു പോരുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വെടിമരുന്ന് കോർക്ക് സിറ്റിയിലേക്കും തുടർന്ന് കോർക്ക് തുറമുഖം വഴി നാനാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെടുന്നു. ഏകദേശം 20 ഏക്കർ വിസ്തൃതിയുള്ള ഈ പാർക്ക് ഇന്ന് കാൽനടക്കാർക്കും സൈക്ലിംഗ് ചെയ്യുന്നവർക്കും കുടുംബത്തോടൊപ്പം പൊതുജനങ്ങൾക്ക് അവധി ദിവസങ്ങൾ പങ്കിടാനും വ്യായാമം ചെയ്യാനുമായി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും നോവലുകൾ വായിക്കാനും മ്യൂസിക് കേൾക്കാനും അല്പം ചിന്തിക്കാനുമൊക്കെയായി ഈ പാർക്കിൽ അഭയം ചേരുന്നു. 1400കളിൽ ഈ ഭൂമി കൈവശം വെച്ചിരുന്ന ആംഗ്ലോ നോർമാൻ നൈറ്റ് റോബർട്ട് കോളിന് ശേഷം കോളിൻ്റെ പട്ടണം എന്നർത്ഥം വരുന്ന ഐറിഷ് വേർഡായ ബെയിൻ ആൻഡ് ചോലക് എന്ന പദത്തിൽ നിന്നാണ് ബാലൻകോളിക് എന്ന നാമം ഉൾത്തിരിഞ്ഞു വന്നത്. ലീ നദിയുടെ തീരത്ത് സുന്ദരിയായി പച്ച പുതച്ചു കിടക്കുന്ന ഈ ഭൂമികയ്ക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ചാരുത ഈ ഭൂവിഭാഗത്തിനുണ്ട്. അത് തന്നെയാണ് ഇത്രയും സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആകർഷിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു സംസ്കാരവും ഉൾത്തിരിഞ്ഞു വരുന്നത് നദീതടങ്ങളിൽ നിന്നാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നദിയോട് ചേർന്ന് നിൽക്കുന്ന കുന്നിൻ ചെരിവുകളും വൃക്ഷങ്ങളും പക്ഷികളും മൃഗാദികളും ഇവയെല്ലാം കൂടിച്ചേർന്ന് മറ്റൊരു ദൃശ്യഭംഗിയാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത്. ചുറ്റുവട്ടത്തായി ഏതൊരു പാർക്കിലും അണിയിച്ചൊരുക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവയൊന്നുമല്ല എന്നെ ആകർഷിച്ചത്. ലീ നദിയെ തൊട്ടുരുമി വരുന്ന തണുത്ത കാറ്റും ആ തണുത്ത കാറ്റിനോട് ചേർന്ന് നിൽക്കുന്ന മലയോരങ്ങളും അതിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻപറ്റവും പുൽത്തകടികളിൽ കൊത്തിപ്പിറക്കി നടക്കുന്ന പക്ഷികളും എന്തിനേറെ പറയുന്നു ജലാശയത്തിൽ നീന്തുന്ന ചെറിയ ചെറിയ പക്ഷികളെയും ഇടതങ്ങി നിൽക്കുന്ന മരങ്ങളിലിരുന്ന് പാട്ടുപാടുന്ന പക്ഷികളും എന്തിനേറെ പറയുന്നു നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ട ഔഷധമൂല്യമുള്ള പല സസ്യമൂലകങ്ങളും ഇവിടെയുമുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെയും പ്രകൃതിക്ക് മേൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം കാണാൻ കഴിയും. പാർക്കിൻ്റെ ആവശ്യങ്ങൾക്കും മറ്റുമായി ലീ നദിയുടെ ഒരു കൈവഴി മനുഷ്യനിർമ്മിതമായി നിർമ്മിച്ചിരിക്കുന്നു. അത് തടഞ്ഞു നിർത്തി പാർക്കിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ തടയിണകൾ അഥവാ ചീപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നു.
എൻ്റെ ഈ നടത്തത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ഈ പ്രകൃതിയുടെ ഭംഗിയെ എല്ലാം തന്നെ എൻ്റെ ക്യാമറയ്ക്കുള്ളിൽ ഒപ്പിയെടുക്കാനാണ്. പക്ഷേ 100% എനിക്കുറപ്പുണ്ട് ഞാൻ ആ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടു എന്ന്. കാരണം ആ ദൃശ്യഭംഗി ഒരിക്കലും എൻ്റെ ക്യാമറയിൽ യഥാവണ്ണം എനിക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഹോളിവുഡ് സിനിമകളും ചിത്രരചനകളും നോവലുകളും എല്ലാം വർണ്ണിക്കപ്പെടുന്ന ഈ ഭൂവിഭാഗത്തിൻ്റെ സൗന്ദര്യം, അതെല്ലാം നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതും പ്രകൃതിയുടെ തനതായ വരദാനം കൊണ്ട് മാത്രമാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഐറിഷ് ജനതയുടെ പ്രത്യേകതയായി ഞാൻ കണ്ടത് നായകൾ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളെ പോലെയാണ്. പാർക്കിലായാലും കാറിലായാലും വീട്ടിലായാലും അവയ്ക്ക് അവയുടേതായ ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും മനുഷ്യൻ തീർത്ത തടവറയിൽ നിന്ന് സ്വതന്ത്രനാകാൻ, അവൻ സ്വതന്ത്രമായ ലോകത്തേക്ക് ചാടിയിറങ്ങാൻ താല്പര്യം കാണിക്കും. അത്തരത്തിൽ ചാടിയിറങ്ങിയ ചില നായ്കളെയും ഇവിടെ കാണാൻ കഴിഞ്ഞു. എൻ്റെ മനസ്സിനെ കീഴടക്കി എൻ്റെ മുന്നിലൊരു നായ്ക്കുട്ടി. കാണാൻ വൃത്തിയുള്ള അവനെ ഒരു നിമിഷം സ്വന്തമാക്കിയാലോ എന്ന് കരുതി. നിയമപരമായി എന്തൊക്കെ നടപടികളാണ് അതിനെടുക്കേണ്ടത് എന്ന് ആലോചിച്ച് അവൻ്റെ അടുത്തേക്ക് തലോടാനായിട്ട് ചെന്നപ്പോൾ അവൻ്റെ വിശ്വരൂപം എന്നെ വെളിപ്പെടുത്തി. അതോടെ ഞാൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു.
അയർലൻഡിൽ പൊതുവെ നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ തണുത്ത കാലാവസ്ഥയാണ്. ആയതുകൊണ്ട് തന്നെ പകൽ കുറവും രാത്രി കൂടുതലുമാണ്. ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് സൂര്യപ്രകാശം കിട്ടുന്ന അവസരങ്ങളിൽ കുടുംബസമേതം ഇത്തരം ബീച്ചുകളിലും പാർക്കുകളിലും പോയിരിക്കുന്നത് അയർലൻഡ് സമൂഹത്തിൻ്റെ ഒരു സ്വഭാവ രീതിയാണ്. ഈ വ്ലോഗ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ പാർക്കിലുള്ള ഈ പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ഇത് നേരിട്ട് വന്ന് കാണാൻ കഴിയാതെ പോകുന്ന എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഈ വിരുന്നൊഴുക്കിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കും മുമ്പ് നിങ്ങളോടായി ഒരഭ്യർത്ഥന. നിങ്ങളുടെ സജഷനും കമൻറ്റും ലൈക്കും ഷെയറിങ്ങും എന്നിൽ തരുന്നത് ഒരു പുതിയ ഊർജമാണ്. ആ ഊർജത്തിൽ നിന്ന് പുത്തൻ കാഴ്ചയിലേക്ക് ചിറകടിച്ചു പറക്കാൻ നിങ്ങൾ എൻ്റെ ഒപ്പം സഹകരിക്കുക.